ടാലിൻ എന്ന സ്ഥലത്തുള്ള റേഡിസണിൻ്റെ പാർക്കിൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞിരുന്നത്. അവിടെ നിന്നായിരുന്നു ഇന്നലത്തെ ഡിന്നറൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും അവിടെ നിന്ന് തന്നെയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോകുന്നത് ഹിൽ ഓഫ് ക്രോസസ് കാണാനായിട്ടാണ്. അപ്പോൾ ഈ ഹിൽ ഓഫ് ക്രോസസിലേക്ക് പോകണമെങ്കിൽ ഏകദേശം ടാലിനിൽ നിന്നും 8 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു. ഈ 8 മണിക്കൂറും ബസ്സിൽ ബോറടിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 8 മണിക്കൂർ യാത്രയാണ്, ലോങ് ജേണിയാണ് കേട്ടോ. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ആ ബസ് യാത്ര വളരെയധികം രസകരമായിരുന്നു. പോകുന്ന വഴിക്ക് പലതരത്തിലുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള കുറേയധികം സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ പല സ്ഥലങ്ങളിലും നമ്മളുടെ ബസ് ഡ്രൈവർ നമുക്ക് വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടുമുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് ടോയ്ലറ്റ് വേണ്ടി വന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം നിർത്തി തന്നിരുന്നു. പിന്നെ നമ്മൾ പെട്രോൾ അടിക്കാനൊക്കെ ഇറങ്ങുമല്ലോ, അപ്പോഴും നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോവാം കേട്ടോ. ഇത് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടെ നിന്ന് കഴിച്ചത്, ആ ഹോട്ടലിൽ നിന്ന്. കാരണം അത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. പിന്നെ ചായ വേണ്ടവർക്ക് ചായ കുടിക്കാമായിരുന്നു. ലിക്കർ വേണ്ടവർക്ക് വേറെ നമ്മൾ പൈസ കൊടുത്ത് തന്നെ അവിടെ നിന്ന് വാങ്ങണമായിരുന്നു, ആവശ്യമുള്ളവർ. പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ തന്നെ ഒന്ന് നടന്ന്, ആ ഒരു ഏരിയ നല്ലൊരു ഏരിയ ആയിരുന്നു, ഫുഡ് കഴിച്ചിട്ടുള്ള ഏരിയ. അവിടെയൊക്കെ നടന്ന് ഒന്ന് ചുറ്റിയൊക്കെ കണ്ടു. അതിനുശേഷം വീണ്ടും നമ്മൾ ബസ്സിൽ കയറി. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് 8 മണിക്കൂർ യാത്ര ആയതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ബസ്സിലുള്ള ഓരോരുത്തരായിട്ടും ഇറങ്ങിച്ചെന്ന് ഓരോ പരിപാടികൾ സംഘടിപ്പിക്കാനായിട്ട് തുടങ്ങി. അതിൽ നമ്മൾ ഇത്ര ദിവസം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾക്ക് പെട്ടെന്ന് പല സ്ഥലങ്ങളിലും ഇറങ്ങേണ്ടി വന്നതുകൊണ്ട്, പിന്നെ ഗൈഡുകൾ ഉള്ളത് കൊണ്ടും, അതായത് അവിടെയുള്ള ലോക്കൽ ഗൈഡുകളായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഇൻട്രോ ഒന്നും ചെയ്തിരുന്നില്ല ശരിയായ രീതിയിൽ. അപ്പോൾ ഇന്നാണ് നമ്മളുടെ ഇൻട്രോ ഒക്കെ നടന്നത്. അതുപോലെ തന്നെ ഓരോരുത്തരായിട്ടും അവരവർക്ക് പറ്റിയ രീതിയിലുള്ള പരിപാടികൾ അവതരിപ്പിക്കുകയും അതിൽ എല്ലാ ആൾക്കാരും സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾക്ക് ഈ ബസ് യാത്ര ബോറടി ഇല്ലാതെ കഴിഞ്ഞു കേട്ടോ. ബോറടി പിന്നെ ഞാൻ പറഞ്ഞ ഞങ്ങൾ ഫുഡ് കഴിച്ച ആ ഏരിയ ഇതാണ് കേട്ടോ. നല്ലൊരു ഏരിയ ആയിരുന്നു. നമുക്ക് ഈസി ആയിട്ട് ഫുഡൊക്കെ കഴിഞ്ഞ് പുറത്തിരുന്നും ഒരുപാട് പേര് കഴിച്ചിരുന്നു. ഞങ്ങളൊക്കെ അതിനുള്ളിൽ തന്നെ ഇരുന്നിട്ടാണ് കഴിച്ചത്. നല്ല ഫുഡായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു വെറൈറ്റി ഫുഡ് ആയിരുന്നു ആ ഫുഡ്. പിന്നെ നമ്മൾ പോകുന്നത് ഹിൽ ഓഫ് ക്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ അതൊരു വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ ലക്ഷക്കണക്കിന് കുരിശുകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഈ മാപ്പിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഈ എൻട്രൻസിൽ കൂടെ നമ്മൾ കയറി കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് വലിയൊരു മൈതാനം. വലുതെന്ന് വെച്ചാൽ വളരെ വലിയ തന്നെ ഒരു മൈതാനമുണ്ട്. അവിടെ നമ്മൾ പോകുമ്പോഴേക്ക് തന്നെ പുല്ലൊക്കെ വെട്ടി ഒതുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉള്ള മെഷീൻസ് ഉപയോഗിച്ചിട്ട് അവർ പുല്ലൊക്കെ വെട്ടി ഒതുക്കുന്നുണ്ടായിരുന്നു. ഇതിൽ കൂടെ ഈ 2 സൈഡിലും മൈതാനം, നടുവിൽ കൂടെ ഒരു വഴി പോകുന്നുണ്ട്. ആ വഴി കൂടെയാണ് നമുക്ക് ഹിൽ ഓഫ് ക്രോസസിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഈ ഹിൽ ഓഫ് ക്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു മലയുടെ മുകളിലായിട്ടാണ് ഹിൽ ഓഫ് ക്രോസസ് ഉള്ളത്. 19-ാം നൂറ്റാണ്ടിലാണ് ഈ ഹിൽ ഓഫ് ക്രോസസിൻ്റെ ഉത്ഭവം. ഹിൽ ഓഫ് ക്രോസസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മല, ആ ഒരു മലയുടെ ഉത്ഭവം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. അതായത് നമ്മളുടെ ലിത്വേനിയ ഉണ്ടല്ലോ, ലിത്വേനിയയുടെ സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ ഒരുപാട് പേര് മരിച്ചു. അപ്പോൾ ആ മരിച്ചവരുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടാനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന എന്നോണം അവരുടെ ബന്ധുക്കൾ ഈ ലിത്വേനിയയിൽ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് കുറേയധികം കുരിശുകൾ സ്ഥാപിക്കാനായിട്ട് തുടങ്ങി. ഈ സ്ഥലം കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വടക്കൻ ലിത്വേനിയയിലെ സിയോണിയ നഗരത്തിൻ്റെ ഏകദേശം 12 കിലോമീറ്റർ വടക്കുള്ള തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഹിൽ ഓഫ് ക്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവർ കുരിശുകൾ ഇങ്ങനെ കൊണ്ടുവയ്ക്കാൻ തുടങ്ങിയത് കൂടിയിട്ട് റഷ്യക്കാർക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് സുഖിച്ചില്ല. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പല റഷ്യക്കാർ വന്നിട്ട് ഈ സ്ഥലങ്ങൾ മുഴുവനായിട്ടും ഇവിടെ അവർ വെച്ച കുരിശുകളുണ്ടല്ലോ അത് ഓരോന്നോരോന്നായിട്ട് എടുത്തു കളയാൻ തുടങ്ങി. പക്ഷേ അവിടെയുള്ള ജനങ്ങൾ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ കുരിശുകൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെടുത്ത് കളയും തോറും അവിടെയുള്ള ജനങ്ങൾ കൂടുതലായിട്ട് ഈ കുരിശുകൾ വെക്കാനായിട്ട് തുടങ്ങി. അതൊരു മതവിശ്വാസത്തിൻ്റെയോ അതല്ലെങ്കിൽ അവർക്ക് തന്നെ ഉള്ള ഒരു പ്രത്യാശയുടെയും ഒരു വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു ബലമില്ലേ, അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാൽ അവർക്ക് ആത്മവിശ്വാസം കൂടുകയാണ് ചെയ്തത്. ലിത്വേനിയയിലുള്ള ആൾക്കാർക്ക് അവരെന്ത് ചെയ്തു, ഈ കുരിശുകൾ വീണ്ടും വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ വീണ്ടും വെച്ചതോട് കൂടിയിട്ട് അതൊരു പ്രതിരോധമായി തീർന്നു. അതുപോലെ തന്നെ ആ ലിത്വേനിയയിലുള്ള ആൾക്കാർക്ക് അതൊരു ആത്മവിശ്വാസവും ഒരു ആത്മീയതയും ഒക്കെ കൂടുതലായിട്ട് കിട്ടാനായിട്ട് തുടങ്ങി.
അങ്ങനെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുണ്ടല്ലോ, ആ മാർപ്പാപ്പ 1993 ഇവിടേക്ക് വന്നു. ഇവിടെ സന്ദർശിച്ചതോടു കൂടിയിട്ട് ഈ സ്ഥലം ലോകപ്രശസ്തമായിട്ട് മാറി. അപ്പോൾ ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ക്രിസ്തീയ മതത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് അറിയാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ ഒരു സ്ഥലത്തിന് ആത്മീയമായിട്ടുള്ള ഒരു പ്രശസ്തി കിട്ടി. ഇപ്പോൾ കുരിശുകളുടെ കുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇന്ന് ലിത്വാനിയയുടെ ചരിത്രത്തിനെ പറ്റിയിട്ടും സാംസ്കാരികമായിട്ടുള്ള ഒരു അടയാളമായിട്ടാണ് ഈ കുന്ന് ഇപ്പോൾ നിലകൊള്ളുന്നത്. അതായത് ഈ കുരിശുകളുടെ ഇടയിൽ കൂടെ പോകുമ്പോഴുണ്ടല്ലോ, നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാലും കുരിശുകൾ മാത്രമേ കാണുള്ളൂ. ഈ കുരിശിലേറ്റലുകളും അതുപോലെ കുരിശുകൾ, പിന്നെ കന്യാമറിയ ഉണ്ടല്ലോ, കന്യാമറിയത്തിൻ്റെ രൂപങ്ങൾ, അതുപോലെ തന്നെ ഈ ലിത്വേനിയയിലുള്ള ദേശസ്നേഹികൾ ഉണ്ടാക്കിയിട്ടുള്ള, ലിത്വേനിയ ദേശത്തിനെ സ്നേഹിക്കുന്ന അവിടെയുള്ള ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള കൊച്ചു കൊച്ചു കൊത്തുപണികൾ കാണാം നമുക്കവിടെ. അതുപോലെ തന്നെ ഈ ആയിരക്കണക്കിന് ചെറിയ ചെറിയ പ്രതിമകൾ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ കൊന്തയുണ്ടല്ലോ, ജപമാല, അതൊക്കെ തന്നെ ഒരുപാടെണ്ണം അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അവരതൊക്കെ വിശ്വാസത്തോടു കൂടിയിട്ട് കത്തോലിക്ക തീർത്ഥാടകർ കൊണ്ടുവച്ചിട്ടുള്ളതാണ് അതെല്ലാം തന്നെ. ഇപ്പം അതിൽ നിന്ന് ആരും ഒന്നും എടുത്തു മാറ്റുന്നില്ല, കാരണം എടുത്തു മാറ്റാൻ സാധിക്കില്ല, അത്രയധികം കുരിശുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തീർത്ഥാടകർ വരുന്നവർ, ക്രിസ്തീയ മതവിശ്വാസമുള്ള തീർത്ഥാടകർ പലരും അവരുടേതായിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും ആത്മീയതയുടെ പുറത്തുമായിട്ട് ഒരുപാട് കുരിശുകൾ ഇവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ നമ്മളുടെ യേശുദേവൻ്റെ കയ്യിൽ കുരിശ് തറച്ചില്ലേ, അതൊക്കെ തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കുറേയധികം കുരിശുകളോടൊപ്പം തന്നെ കുറേയധികം വഴികളും ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഏത് വഴി കൂടെ പോയി കഴിഞ്ഞെന്ന് വെച്ചാലും നമുക്ക് ഈ സ്ഥലത്തേക്ക് വരാനായിട്ട് പറ്റും കേട്ടോ. ഇതൊരു മല പോലെയാണ്. ഈ മലയുടെ മുകളിലേക്ക് നമ്മൾ കയറും തോറും കുരിശുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മലയുടെ മുകളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അവിടെ നിന്ന് ഒരു ചെറിയൊരു ഇറക്കം, നമ്മളിപ്പോൾ ഒരു സൈഡിൽ കൂടെ കയറി കഴിഞ്ഞെന്ന് വെച്ചാലും അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാണ്ടുള്ള, ഇപ്പം നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ ഇത്രയധികം കുരിശുകൾ അവിടെ ഉണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നില്ല. അത്രയധികം കുരിശുകളാണ് ഇവിടെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുതിയ കണക്കനുസരിച്ച് പറയുന്നത് 2 ലക്ഷത്തിനും മേലെയായിട്ടുള്ള കുരിശുകളാണ് ഇവിടെ ഉള്ളതെന്നാണ്. ഇപ്പോൾ അത് ആരും എടുത്ത് കളയാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇതൊരു വിശ്വാസമാണ് ഇപ്പോൾ ഇവിടുത്തെ. ഒരുപാട് തീർത്ഥാടകർ ഇത് കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടേക്ക് വരുന്നുണ്ട്. ഈ കുരിശുകളുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഏകദേശം 1831 കേട്ടോ. ഇതിങ്ങനെ തുടങ്ങി വെച്ചത്, ഇങ്ങനെ കുരിശ് വെക്കാനായിട്ട് തുടങ്ങിയത്. അതായത് സ്വാതന്ത്ര്യ സമരത്തിനിടയിൽ മരിച്ചു പോയ ആൾക്കാരുണ്ടല്ലോ, അവരുടെ പലരുടെയും ബോഡികൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മറവ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർക്ക് സങ്കടം തോന്നിയിട്ട് അവർക്ക് ഈ മരിച്ചു പോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് തറച്ചു വെച്ച കുരിശുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഒരുപാട് കുരിശുകൾ. പിന്നെ അതിന് ശേഷം പിന്നീട് കാലക്രമത്തിൽ ആൾക്കാർ അവരുടെ വിശ്വാസപരമായിട്ടും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും കാണാതെ പോയാലും അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളൊരു വഴിപാടായിട്ട് കുരിശ് വയ്ക്കൂലേ, അങ്ങനെയും പിന്നീട് വെക്കാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇങ്ങനെ ലാൻഡിങ് ഏരിയ പോലെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രദേശം മുഴുവനായിട്ടും കാണാനായിട്ട് പറ്റും. ഇതിന് ശേഷം ഈ ലാൻഡിങ് ഏരിയയ്ക്ക് ശേഷം പിന്നെ താഴത്തേക്കാണ് കേട്ടോ. താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഈ മൈതാനത്തിൻ്റെ മറ്റൊരറ്റത്തായിട്ട് നമുക്ക് ഒരു പള്ളി കാണാനായിട്ട് പറ്റും.
നമ്മളിപ്പോൾ ദാ ഹിൽ ഓഫ് ക്രോസസ് കണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ മൈതാനത്തിൽ കൂടെ തന്നെ തിരിച്ച് നടക്കണം. കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. അപ്പം നടന്ന് നമ്മൾക്ക് എത്തിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ആ എൻട്രൻസ് ഉണ്ടല്ലോ, ആ എൻട്രൻസിൻ്റെ അവിടെ സുവനീഴ്സൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ നമ്മളുടെ മാതാവിൻ്റെ ഒരുപാട് രൂപങ്ങളും അതുപോലെ തന്നെ ക്രിസ്തുദേവൻ്റെ ഒരുപാട് രൂപങ്ങളും പിന്നെ ജപമാലകൾ, കൊന്തകൾ, കുരിശ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് അവിടെ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ടോയ്ലറ്റ് ഉണ്ട്. ആവശ്യമുള്ളവർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ വാങ്ങിച്ചിരുന്നത് 1 യൂറോയോ മറ്റോ ആണ് ആ ടോയ്ലറ്റിൽ വാങ്ങിച്ചിരുന്നത്. അത് അഥവാ അടഞ്ഞു കിടക്കുകയാണെന്ന് വെച്ചാലും അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടോയ്ലറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവിടെ ഞാൻ കണ്ട കുരിശുകളും പല നമ്മൾ കണ്ട അവിശ്വാസത്തിൻ്റേതായിട്ടുള്ള പല രൂപങ്ങളും നമ്മൾക്ക് വേറെ എവിടെയും കാണാനായിട്ട് പറ്റില്ല. കാരണം പലതും അവിടെയുള്ള ദേശക്കാർ തന്നെ കൊത്തി ഉണ്ടാക്കിയതാണ്. അവരുടെ കഴിവ് കൊണ്ട് അവർ കൊത്തി ഉണ്ടാക്കിയിട്ട് അവിടെ അവരുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് വെച്ച രൂപങ്ങളാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു പള്ളി ഉണ്ടെന്ന് അവിടെ അറ്റത്തായിട്ട് അവിടെ കണ്ടത്. പക്ഷെ അവിടെ ആരും ഇല്ല കേട്ടോ. അവിടെ നമുക്ക് പോയിരുന്നിട്ട് സമാധാനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടം. അത് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് 8 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ എസ്റ്റോണിയയിൽ തന്നെ റിഗയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ എത്തുമ്പോൾ നല്ല മഴയായിരുന്നു. മഴയുണ്ടെങ്കിലും ഈ ഹോട്ടലിൽ നിന്ന് വലിയ പരിഗണനയൊന്നും കിട്ടിയില്ല. പക്ഷേ ഒരു ആൾ വന്നിട്ട് നമ്മൾക്ക് 2 കുട തന്നു. ആ 2 കുട ഉപയോഗിച്ച് ഞങ്ങളെല്ലാവരും അകത്ത് കയറി. ഞങ്ങളുടെ പലരുടെ കയ്യിലും കുടയൊക്കെ ഉണ്ടായിരുന്നു, കോട്ടൊക്കെ. പക്ഷെ അതൊക്കെ ബാഗിലായിപ്പോയി. എങ്കിലും ചിലവരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഉപയോഗിച്ചു. പിന്നെ മഴ മാറിയതിന് ശേഷം പലരും അകത്ത് കയറി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് വീണ്ടും ഒന്ന് വന്നതാണ്. ഇവിടെ പുറത്ത് കുറച്ച് നേരം നിന്നു മഴയൊക്കെ കണ്ട്.